വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഹജ്ജിലെ ഒരു ആയത്താണ് മനസ്സിലാക്കിയത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ് സാഅത്തി ശൈഉൻ അളീം. അപ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ തജ്വീദും എല്ലാം നമ്മൾ പറഞ്ഞതാണ്, വിശദമായി പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരോടും ഗ്രൂപ്പിൽ ഓതി അയക്കാൻ പറഞ്ഞത്. അൽഹംദുലില്ലാ, അത്യാവശ്യം ഒരുപാട് ആളുകൾ ഓതി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഓതി അയച്ചതിലും ചെറിയ ചില മിസ്റ്റേക്കുകൾ വന്നത്, ചിലർ ഇന്ന സൽസലത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന സൽസല താ, അവിടെ ഹർക്കത്ത് ശ്രദ്ധിക്കണം. ബാക്കിയൊക്കെ ഏകദേശം ആ മണിക്കാനുള്ള സ്ഥലവും നീട്ടാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ ആയത്ത് യൗമ തറൗനഹ, യൗമ തറൗനഹ, യൗമ തറൗനഹ. കറക്റ്റ് വായിച്ചു പോവുക, ക്ലിയർ ചെയ്ത് വായിച്ചു പോയാൽ ഓതാൻ നേരം ആ പദങ്ങൾ എളുപ്പമായിരിക്കും. യൗമ തറൗനഹ, യൗമ തറൗനഹ. തദ്ഹലു, തദ്ഹലു, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർളിഅത്തിൻ, കുല്ലു മുർളിഅത്തിൻ, കുല്ലു മുർളിഅത്തിൻ അമ്മാ അർളഅത്, അമ്മാ അർളഅത്. വതലഉ, വതലഉ കുല്ലു ദാതി ഹംലിൻ, വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ وتضع كل ذات حمل حملها وترى الناس سكارى، وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد، ولكن عذاب الله شديد. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള ഒരു ആയത്താണ്. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടൊക്കെ അതിൻ്റെ ഗൗരവം സൂചിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ പറയുന്ന വളരെ ഗൗരവമുള്ള ഒരു ആയത്ത് കൂടിയാണിത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആയത്തിൽ സൽസലത്ത് സാഅത്തി ഷൈഉൻ അളീമാണെന്ന് പറഞ്ഞു അല്ലേ? അന്ത്യനാളിൻ്റെ പ്രകമ്പനം അതിഭയാനകമാണെന്ന് പറഞ്ഞു. അതിൻ്റെ വിശദീകരണമാണ് ഈ ആയത്ത്. യൗമ തറൗനഹ, യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, തറൗനഹ നിങ്ങൾ അത് കാണുന്ന ദിവസം, നിങ്ങൾ അത് കാണുന്ന ദിവസം. തദ്ഹലു അശ്രദ്ധയിലായി പോകും, ശ്രദ്ധയില്ലാത്തവരായി പോകും. കുല്ലു മുർളിഅത്തിൻ എല്ലാ മുല കൊടുക്കുന്ന സ്ത്രീയും, അമ്മ അർളഅത്ത് അവള് മുല കൊടുക്കുന്ന കുട്ടിയെക്കുറിച്ച് അശ്രദ്ധയിലായി പോകും. വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, വതലഉ എന്ന് പറഞ്ഞാൽ പ്രസവിക്കും. കുല്ലു ദാതി ഹംലിൻ എല്ലാ ഗർഭിണികൾ, ഹംല് എന്ന് പറഞ്ഞാൽ എന്താ, വഹിക്കുന്ന, ഗർഭം ചുമക്കുന്നവൾ. ഹംലഹ അവളുടെ ഗർഭം. അപ്പൊ ഗർഭം ചുമക്കുന്ന സ്ത്രീകൾ അവരുടെ ഗർഭത്തിലുള്ളത് പ്രസവിച്ച് പോകും. വതറന്നാസ, വതറന്നാസ ജനങ്ങളെ നിനക്ക് കാണാം. സുക്കാറ ലഹരി ബാധിച്ചവരായി, മത്ത് ബാധിച്ചവരായി നിനക്ക് കാണാം.
വമാഹും ബിസുക്കാറ, യഥാർത്ഥത്തിൽ അവര് ലഹരി ബാധിച്ചവർ അല്ല. വമാഹും അവരല്ല, ബിസുക്കാറ ലഹരി ബാധിച്ചവർ, അവർ ലഹരി ബാധിച്ചവരല്ല. വലാകിന്ന അദാബല്ലാഹ്, വലാകിന്ന എന്നാൽ അദാബല്ലാഹി അള്ളാഹുവിൻ്റെ ശിക്ഷ, അദാബല്ലാഹ് അള്ളാഹുവിൻ്റെ ശിക്ഷ ഷദീദ് അത് കഠിനമായതാണ്, ഭയങ്കരമാണ് എന്നതാണ്. അപ്പം ആയത്ത് നേർക്ക് നേരെ തന്നെ അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ആ അന്ത്യനാള് നിലവിൽ വരുന്ന ദിവസം ഭയാനകമായിരിക്കും. ആ ഭയാനകത കൊണ്ട് മനുഷ്യർക്ക് അനുഭവപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം അതിൻ്റെ നമ്മൾ വിശദീകരണത്തിലേക്ക് പോയ യൗമയൊക്കെ ആവർത്തിച്ച് വരുന്ന പദമാണ് യൗമ് അല്ലേ. യൗമ് കഴിഞ്ഞ സൂറത്തുകളിൽ തന്നെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. അറബിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പദമാണ് യൗമ്. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം, അതിൻ്റെ ബഹുവചനാണ് അയ്യാമ്. യൗമ് അയ്യാമ്, അയ്യാമ് വെച്ചിട്ട് വല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അയ്യാമ്, അയ്യാമു തശ്രീക്ക്. അത് നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും കേൾക്കുന്ന ഒരു പദമാണ് അയ്യാമു തശ്രീക്ക്. അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങളെന്ന്. ഏതാ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ? 13. ഏത് 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 മാസം? ഏത് മാസം? ദുൽഹജ്ജ് 13 ദുൽഹജ്ജ്? ദുൽഹജ്ജ് 10 എന്ത്? ദുൽഹജ്ജ് 10 എന്ത്? പെരുന്നാള്. അതിനെ തുടർന്ന് വരുന്ന ദിവസങ്ങളാണ് അയ്യാമു തശ്രീക്ക്. അപ്പോൾ ഏതാ? 11, 12, 13. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ 13, 14, 15 എന്താ? അത് വേറൊരു അയ്യാമാണ്. അയ്യാമുൽ അത് അയ്യാമുൽ ബീല്. ഇത് അയ്യാമു അയ്യാമു തശ്രീക്ക്. അതായത് അയ്യാമുൽ ബീൽ എന്ന് പറഞ്ഞാൽ അറബി മാസത്തിലെ എല്ലാ 13, 14, 15 അയ്യാമുൽ ബീലാണ് എല്ലാ മാസവും. അറബി മാസത്തിലെ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ തുടങ്ങി എല്ലാ മാസം 13, 14, 15 ഏതാണ്? അയ്യാമുൽ ബീലാണ്. എന്നാൽ ഈ അയ്യാമു തശ്രീക്ക് ഒരു മാസമേ ഉള്ളൂ. അതേതാ? ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഹജ്ജ് മാസത്തിൽ നമ്മുടെ പെരുന്നാൾ ദിവസം കഴിഞ്ഞാലുള്ള തുടർന്ന് വരുന്ന 3 ദിവസങ്ങളാണ് അയ്യാമു തശ്രീക്ക് എന്ന് പറയുക. അതിന് 11, 12, 13 എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത? ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തായാലും പറഞ്ഞല്ലേ. എന്താ പ്രത്യേകത? അയ്യാമു നമ്മളാണ് പ്രത്യേകത പറയുക. ഡിസംബർ 25 പ്രത്യേകത എന്താ? അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഈ അയ്യാമു തശ്രീക്കിൻ്റെ പ്രത്യേകത എന്താ? ശരിയാ, നിങ്ങൾ പറഞ്ഞോ. ആ ദിവസങ്ങളിൽ ബലികർമ്മം നടത്താം. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്നൊക്കെ ആളുകൾ പൂർത്തീകരിച്ച് മടങ്ങുന്ന ദിവസങ്ങളാണ്. അവിടെയും ബലി ഇതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവും. പിന്നെ വേറെന്തെങ്കിലും? ഹദീസിലൊരു ഭാഗം വന്നിട്ടുണ്ട്, അയ്യാമു തശ്രീക്ക് അയ്യാമു അഖിലിൻ വഷുർബിൻ. നമ്മൾ പറയേണ്ടതാണ് ശരിക്കും. തിന്നാനും കുടിക്കാനും ഉള്ള ദിവസം അയ്യാമു തശ്രീക്ക് എന്ന് പറഞ്ഞാൽ അയ്യാമു അഖിലിൻ വഷുർബിൻ എന്ന് പറഞ്ഞാൽ നോമ്പ് ഹറാമാണെന്ന്. അയ്യാമു തശ്രീക്കിൽ നോമ്പ് ഹറാമാണ്. അയ്യാമു തശ്രീക്കിൻ്റെ ദിവസം നോമ്പെടുക്കാൻ പാടില്ല. ഇപ്പം ഈ ദിവസമോ ഈ 13 നോമ്പ് സുന്നത്തല്ലേ. അപ്പം ഈ അയ്യാമു തശ്രീക്കിൻ്റെ 13 അന്ന് നോമ്പെടുക്കാൻ പാടില്ല. അയ്യാമു തശ്രീക്കിൻ്റെ 13 എന്ത് ചെയ്യാൻ പാടില്ല? നോമ്പ് പാടില്ല. എന്തുകൊണ്ടാണ്? അത് ഹറാമാണ്. എല്ലാ മാസം 13, 14, 15 നോമ്പ് സുന്നത്താണ്. പക്ഷേ അയ്യാമു തശ്രീക്കിൻ്റെ 13 വരുമ്പോൾ
ദുൽഹിജ്ജയുടെ 13 വരുമ്പോൾ ആ ദിവസത്തെ 13 അയ്യാമുൽ ബീദിന്റെ സുന്നത്ത് ഇല്ല. ആ ദിവസത്തെ സുന്നത്ത് എന്താണ്? ഭക്ഷണം കഴിക്കലാണ്. ആ ദിവസം ഭക്ഷണം കഴിക്കലിന് കൂലി കിട്ടും. ഇന്ന് ഭക്ഷണം കഴിച്ചാൽ കൂലി കിട്ടൂല. അയ്യാമു തശ്രീക്കിന് ഭക്ഷണം കഴിച്ചാൽ കൂലി കിട്ടും. പെരുന്നാളിന് ഭക്ഷണം കഴിക്കണതിന് എന്തുണ്ട്? കൂലി. അത് എങ്ങനെയാണ്? സാധാരണ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന പോലെയല്ല. പെരുന്നാൾ ദിവസം അന്ന് നോമ്പ് നിഷിദ്ധമാണ്. അന്ന് എല്ലാവരും കഴിക്കണം, കഴിപ്പിക്കണം. അതാണ് അന്നത്തെ ദിവസം. ഈ ഈദ് എന്ന് പറഞ്ഞാൽ ആഘോഷ ദിവസം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അതിൻ്റെ തുടർന്ന് വരുന്ന ദിവസം കൂടിയാണ്, ഈദിൻ്റെ അനുബന്ധ ദിവസങ്ങൾ കൂടിയാണ് അയ്യാമു തശ്രീഖ്. ഞാനത് പറഞ്ഞത് അയ്യാമിന് വേണ്ടിയാണ്, യൗമിന് വേണ്ടിയാണ്. അത് മറന്നു പോകരുത് കേട്ടോ. യൗമ് എന്ന് പറഞ്ഞാൽ ദിവസം, അയ്യാമു എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ. അപ്പം അയ്യാമ് വെച്ച് നമുക്ക് ഓർമ്മയുള്ള 2 കാര്യമാണ് അയ്യാമുൽ ബീദും അയ്യാമു തശ്രീഖും. വേറെന്തെങ്കിലും ഉണ്ടോ? അയ്യാമുണ്ടോ? അയ്യാമു മഅദൂദാത്ത് ഖുർആനിൽ വന്നൊരു അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അത് നോമ്പിനെ കുറിച്ച് പറഞ്ഞതും അയ്യാമൻ മഅദൂദാത്ത് എന്നാണ്. അതേപോലെ പിന്നെ ജുമയെ കുറിച്ച് യൗമുൽ ജുമ. നമ്മൾ ദിവസങ്ങൾ പറയുമ്പോഴൊക്കെ അറബിയിലെ ദിവസങ്ങൾ പറയുന്നത് ഒക്കെ എന്ത് വെച്ചിട്ടാണ്? യൗമ് അല്ല, യൗമുൽ ഇസ്നൈൻ, യൗമ് സുലാസ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്. ഞാനത് പറഞ്ഞു തരുന്നില്ല. അപ്പം യൗമ് എന്ന പദം അറിയാത്തവരായിരിക്കരുത് നമ്മളാരും. യൗമ് അത്രയും അധികം നമ്മളുമായിട്ട്, മുസ്ലിങ്ങളുമായിട്ട് ആരാധനകളിലും മറ്റുമൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് യൗമ് ദിവസം, അയ്യാമ് ദിവസങ്ങൾ. അപ്പം ഇനി അടുത്ത പദം തറൗനഹ ആണ്. തറൗനഹ. തറൗന എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അർത്ഥം പറഞ്ഞത്? കാണുന്ന ദിവസം. ഈ യൗമ് ബോഡിന്ന് മാത്രമേ വായിച്ചിട്ടുള്ളൂ കേട്ടോ, നിങ്ങൾ വായിക്കരുത്. ഇവിടെ വന്നത് തറൗന. തറൗന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്ന ദിവസം. ഇതിൻ്റെ എന്താ പറയുക, ആദ്യത്തെ ഒരു പദമല്ല തറൗന. അതിൻ്റെ മാലി മുലാരി ഒക്കെ ഉണ്ടാവും. സാധാരണ നമ്മൾ എപ്പോഴും ആവർത്തിച്ച് വരുന്ന ഒരു പദമാണ് എന്ത്? റഅ എന്നുള്ളത്. അതിൻ്റെ മുലാരിയാണ് യറ എന്നുള്ളത്. അപ്പം അതിൽ നിന്നാണ് എന്ത് വരുന്നത്? തറൗന വരുന്നത്. റഅയിൽ നിന്നാണോ തറൗന വരുന്നത്? യറായിൽ നിന്നാണോ തറൗന വരുന്നത്? ഏതിതാ? യറ. ഇത് മാലി എന്ന് പറയും, ഇത് മുലാരി. അപ്പം അർത്ഥമൊക്കെ സെയിം ആയിരിക്കും, അത് മാറും. ഇതിപ്പോ റഅയാണ്. റഅ കണ്ടു, മാലി. റഅയാണ് മാലി. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. അപ്പൊ റഅ കണ്ടു. യറ എന്ന് പറഞ്ഞാൽ മുലാരി, കാണും, കാണുന്നു. രണ്ടിലും പ്രസന്റിലും ഫ്യൂച്ചറിലും ഉപയോഗിക്കുന്ന പദമാണ് മുലാരി. അപ്പൊ റഅ കണ്ടു, യറ കാണും. ഇതിന് ഇതിന് 14 രൂപ ഉണ്ട്, ഇതിന് 14 രൂപ ഉണ്ട്. ഞാൻ ഒരു പ്രാവശ്യം അതിൻ്റെ ഒരെണ്ണം നിങ്ങളൊരു മോഡൽ പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇതിൽ ആദ്യത്തെ ഒരു മോഡൽ പഠിച്ചാലാണ് ഇത്. റഅ ചിലപ്പോൾ പെട്ടെന്ന് സർഫ് ചെയ്യാൻ പറ്റില്ല. 2 അക്ഷരമല്ല, ഈ അവസാനത്തിൽ ഇങ്ങനെ വരുന്ന ചില അക്ഷരമുണ്ട്. യാ, അവസാനം യാ, വാവ് പോലുള്ള പദങ്ങൾ. അലിഫ്, വാവ്, യാ. ഇത് അവസാനത്തിൽ വരുന്ന വെർബുകളുണ്ട്, ഫിഅലുകൾ. അതിനെ സർഫ് ചെയ്യാൻ കുറച്ച് പ്രയാസമാണ്. പ്രയാസം എന്ന് വെച്ചാൽ അത് ചില ഇതിൽ നിന്ന് വ്യത്യാസം വരും. യറൈന, തറൈന, തറൗന, അങ്ങനെ മാറി മാറി വരും. അപ്പം എന്തായാലും ആ 14 രൂപവും നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞാലാണ് ഈ തറൗന കണ്ടാൽ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ അസിൽ ഏതാണെന്ന്. മനസ്സിലാ? തറൗന കാണുമ്പോൾ എന്ത് മനസ്സിലാവണം?
റആയിൽ നിന്നുള്ളതാ. അപ്പൊ കണ്ടു എന്ന അർത്ഥം വരുന്നതാണ്. അപ്പൊ തറൗന ഹ, തറൗന നിങ്ങൾ കാണും ആണ്. തറവു നിങ്ങൾ കാണും. തറൗന ഹ അത്, നിങ്ങൾ അത് കാണും. അപ്പൊ റആ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യറ കാണും. അപ്പൊ ഇതിന്റെ മാലി മുലാരി, ഈ രണ്ട് ഇത് ഓർത്ത് വെക്കുക. മാലി മുലാരി. വേറെ നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു മാലി പറഞ്ഞേ, 3 അക്ഷരം ഉള്ളത്. കത്തബ. വേറെ ഫാല, റബ, ജലസ. അപ്പൊ ഇത് നിങ്ങൾ ഇതിന്റെ 14 രൂപം നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കും പഠിക്കണം. ആ 14 രൂപ. എന്നിട്ട് അതിന്റെ മുലാരി, ഇപ്പൊ ഫാലയുടെ മുലാരി എന്തായിരിക്കും? ലറബയുടെ യളിരിബു, ജലസയുടെ യജ്ലിസു. അപ്പൊ ഇതേപോലെ എല്ലാത്തിനും ഉണ്ട്. മാലിയുടെ എല്ലാത്തിനും എന്തുണ്ടാവും? മുലാരി ഉണ്ടാവും. അപ്പൊ മാലിന്റെ 14 രൂപ അറിയണം, മുലാരിന്റെ 14 രൂപ അറിയണം. അപ്പോഴാണ് റആയിൽ നിന്നും യറായിൽ നിന്നും തറവുന നമുക്ക് കിട്ടുള്ളൂ. യറയിൽ നിന്ന് തറവുന നമുക്ക് എന്ത് ചെയ്യണം? കിട്ടണം. അപ്പൊ അത് പിന്നെ യറ കഴിഞ്ഞിട്ട്, ഈ യറ കഴിഞ്ഞിട്ട് അടുത്ത സർഫ് ചെയ്യണത് പദം ഏതായിരിക്കും? ഇപ്പൊ ഫാല ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഫാല, ഫാല, ഫാലു, ഫാലത്ത്, ഫാലത്ത, ഫാൽന, ഫാൽത്ത, ഫാൽത്തുമ, ഫാൽത്തും, ഫാൽത്തി, ഫാൽത്തുമ, ഫാൽത്തുന്ന, ഫാൽത്തു, ഫാൽന. ഈ 14 രൂപ നമുക്ക് കിട്ടും. ഇതാണ് മാലിയുടെ 14 രൂപം. മാലിയായ ഫിഅലി, ആ ഫിഅലിൽ നിന്ന് ആ എളുപ്പമുള്ളൊരു പദമായതുകൊണ്ടാണ് ഫഅല ചെയ്ത. അതിൻ്റെ 14 രൂപ ഉണ്ട്. ഫഅല, ഫഅല എന്ന് പറഞ്ഞപ്പോൾ ഒരു അലിഫാണ് കൂടിയുള്ളൂ. ഫഅലു എന്ന് പറഞ്ഞപ്പോൾ ഒരു വാവാണ്. ഫഅലത്ത് എന്ന് പറഞ്ഞപ്പോൾ ഈ ലാൻ്റെ കൂടെ ഒരു താ കൂടി. ഫഅലത്ത എന്ന് പറഞ്ഞപ്പോൾ തായിൻ്റെ കൂടെ ഒരു അലിഫ് കൂടി. ഫഅൽന ആയപ്പോൾ താ മാറി നൂന് വന്നു. ഫഅൽത പറഞ്ഞപ്പോൾ എന്തായി? ലാമിന് സുക്കൂനും വന്നു. ഈ തായിന് പിന്നെ സുക്കൂനായിരുന്നു, പക്ഷേ ഈ തായിന് ഫതഹ് വന്നു. ഫഅൽത. പിന്നെ ഫഅൽ തുമ, ഫഅൽ തും, ഫഅൽ തി, ഫഅൽ ഫഅലത്തി പറയരുത്. ഫഅൽ തി, ഫഅൽ തുമ, ഫഅൽ തുന്ന, ഫഅൽ തു, ഫഅൽ ന. ഇതിലേറ്റവും പ്രധാനം ഈ ലാമിൻ്റെയും അതേപോലെ താഇൻ്റെയും ഒക്കെ ഹർക്കത്ത് ശ്രദ്ധിക്കണം. ഇവിടെ ഫഅല, ഫഅല, ഫഅലു എല്ലാം ഒരേ ഹർക്കത്താണ് മുകളിലത്ത്. ഇവിടെ വന്നപ്പോഴും ഫഅലത്ത്, ഫഅലത, ഫഅൽന. ഇവിടെ വന്നപ്പോൾ ലാമിന് എന്തായി? സുക്കൂനായി. പിന്നെ അങ്ങോട്ട് ലാമിൻ്റെ ഹർക്കത്ത് എന്താ? ഫഅലിനെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ഫഅൽ,
ഫഅൽ 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 ഫഅൽ. ഇവിടെയോ ഫത്ഹാണ്, ഇവിടെയോ സുക്കൂനാണ്. കാരണം നമ്മൾ പറയുമ്പോൾ ഫഅല എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഇവിടെ ഫഅല ഫഅലത്ത എന്ന് പറഞ്ഞാൽ അത് തെറ്റും, കാരണം അങ്ങനെ ഒരു ക്രിയ ഉണ്ടാവില്ല. അപ്പോൾ ഇത് അസ്ലാണ്, ഇത് ആദ്യം പഠിച്ചാലാണ് ബാക്കി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ആദ്യം ഇത് മാലിയാണ്. അപ്പോൾ നിങ്ങളിതിപ്പോൾ റെക്കോർഡ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും കേട്ട് നമുക്ക് റിവൈൻഡ് ചെയ്ത് കേട്ട് പഠിക്കാൻ പറ്റും. ഇവിടെയൊക്കെ അർത്ഥം ഈ ഫാലയുടെ അർത്ഥമല്ല ഈ ഫാലിനാട് അർത്ഥം. ഫാലയുടെ അർത്ഥം എന്താണ്? പ്രവർത്തിച്ചു. ഫഅൽ നാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രവർത്തിച്ചു. അപ്പോൾ അതിനനുസരിച്ച് മാറും. ആരാ മാറുന്നത്? ഫായില് മാറും. പ്രവർത്തിച്ചത് ഒരാളാണോ രണ്ടാളാണോ രണ്ടിൽ കൂടുതലാണോ ആണാണോ പെണ്ണാണോ, അങ്ങനെ നമുക്ക് വേർതിരിച്ച് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ ഫഅലത്ത് ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ പറ്റും. ഇതൊരു സ്ത്രീയാണ് പ്രവർത്തിച്ചത്. ഇത് ആരാണ് പ്രവർത്തിച്ചതെന്ന് അറിയാൻ പറ്റും. ഇതാരാ? നീയാണ്. അപ്പം ഈ ആദ്യത്തെ മൂന്നെണ്ണം അവൻ എന്ന അർത്ഥം വരും. അവൻ ഒരാള് ചെയ്തു, അവർ രണ്ടാള് ചെയ്തു, അവർ ചെയ്തു. ഇവിടെ ആകുമ്പോൾ അവർ രണ്ടാള് കറക്റ്റ് എണ്ണാണ്. ഇവിടെ പറയുമ്പോൾ അവർ രണ്ടിൽ കൂടുതൽ എത്ര വരെയും ആകാം. അവർ ചെയ്തു. ഇനി ഇവിടെ ഫഅലത്ത് എന്ന് പറയുമ്പോൾ അവളായി, അവൾ ഒരാള്. ഇവിടെ ഫഅലത്താന്നായപ്പോൾ അവർ രണ്ട് സ്ത്രീകൾ. ഇവിടെ ഫഅലിനെ ആയപ്പോൾ അവർ കുറേ സ്ത്രീകൾ. ഇനി ഈ പിന്നെ മൂന്നാമത്തെ വരി മുതൽ എന്താണ്? അവൻ മാറി, അവനും അവളും മാറി എന്താവും? നീയാവും. അവനെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. ഇനി ഇവിടെ ഇരിക്കണ ആള് നീ ചെയ്തു. ഫഅൽത നീ ചെയ്തു. ഫഅൽതുമ നിങ്ങൾ രണ്ടാള് ചെയ്തു. ഫഅൽതു നിങ്ങൾ കുറേ ആളുകൾ ചെയ്തു. ഫഅൽതി നീ തന്നെ എന്തായി? സ്ത്രീയോടായി. ഒരു പെണ്ണിനോടാണ് നീ ചെയ്തു എന്ന് പറയുന്നതെങ്കിൽ ഫഅൽത എന്ന് പറയില്ല. ഫഅൽതയുടെ അർത്ഥം പറയുമ്പോൾ നമ്മൾ എന്താ പറയും? നീ ചെയ്തു എന്നാ. പക്ഷെ അതൊരു സ്ത്രീയെ അഭിമുഖീകരിച്ചാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നതെങ്കിൽ ഫഅൽതീന്ന് പറയണം. അപ്പോൾ രണ്ട് സ്ത്രീകളാണെങ്കിൽ ഫഅൽതുമ, ഇത് രണ്ടും സെയിം ആണ്. ഇത് രണ്ടും നിങ്ങൾ രണ്ടുപേര് ചെയ്തു എന്ന് പറയുന്ന ആണിനോട് പറയുന്നതും പെണ്ണിനോട് പറയുന്നതും ഫഅൽതുമ എന്ന് തന്നെയാണ്. ഇനി ഫഅൽതുന്ന നിങ്ങൾ കുറേ സ്ത്രീകൾ ചെയ്തു. ഫഅൽതു ഞാൻ ചെയ്തു. ഫഅൽനാ ഞങ്ങൾ ചെയ്തു. അപ്പോൾ ഇത് ഇത് കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. അത് കാണാതെ പഠിക്കണം. ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ വായിൽ അത് എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി വരണം. സ്പീഡിൽ സാധാരണ ഇതൊക്കെ പഠിക്കുമ്പോൾ എന്ത് കിട്ടിയാലും അതനുസരിച്ച് പറയണമെന്നാണ്. ഇപ്പോൾ ഫഅലു മാത്രമല്ല പറയാം. എന്ത് വാക്ക് കിട്ടിയാലും നമ്മൾ അത് പറഞ്ഞു പോകും. ഇപ്പം അറബി ഇതൊന്നല്ല, മലയാളത്തിൽ തന്നെ. ഇപ്പം പേനയാണെങ്കിൽ പേന പേനു, പേനത്ത് പേനത്ത പേന, അങ്ങനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു നോക്കണം. ആ ഇത് കിട്ടാൻ ഒരു ഓർഡർ നമുക്ക് കിട്ടും, അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം അതേപോലെ എന്തും അങ്ങനെ സർഫാക്കി നോക്കണം. ഇത് സ്പീഡിൽ പഠിച്ചാലാണ് നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. ഇനി ഈ കൂടുതൽ ഏത് വേർഡ് ഈ ആയത്തിൽ വന്നാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് എളുപ്പമായിരിക്കും. ഇപ്പം ഇവിടെ തറവുന കണ്ടാൽ നമ്മൾ പെട്ടെന്ന് ആ ഭാഗത്ത് അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിൻ്റെ മുലാരിയോ കൂടി എന്ത് ചെയ്യണം? ഇതിപ്പോൾ മുലാരിയാണ്, ഇത് മാലിയല്ല. മാലിയായ ഏതെങ്കിലും ഫീൽ ഇവിടെ വന്നിട്ടുണ്ടോ? തലറു മാലിയാണോ? അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇത് നിങ്ങൾ പഠിക്കുക. ഇത് കാണാതെ പഠിക്കാൻ ശ്രമിക്കുക. കാണാതെ പഠിച്ചാൽ നമുക്ക് മുലാരിവ് പറയാം. ഇപ്പം എല്ലാം കൂടി പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പം മാലി 14, ഈ മാലിയുടെ 14 രൂപം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. അതിൻ്റെ മീനിങ് വരുന്നതും ഏകദേശം ഇത്ര ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഈ ഹർക്കത്തുകൾ നോക്കുക. ഇനി നോക്കാം. പിന്നെ ഇത് മുലാരിയാണ്. തദ്ഹലൂം എന്താണ്? മുലാരിയാണ്. തദ്ഹലൂം എന്താണ്? മുലാരിയാണ്. തദ്ഹലു അശ്രദ്ധയിലായി പോകും. കുല്ലു മുർലിയത്ത്
മുല കൊടുക്കുന്ന സ്ത്രീ അമ്മ അർളഅത്ത് മുല കൊടുക്കുന്ന തൻ്റെ കുട്ടിയെക്കുറിച്ച്. വ തലഉ പ്രസവിച്ചു പോകും എന്നാണ്. തലഉം എന്താണ്? തലവും മുലാരിയാണ്. അപ്പൊ അതിന്റെ മാലി എന്താ? വലഅ. വലഅ. അതിന്റെ മുലാരി എന്താ? വലയുടെ മുലാരി എന്താ? വലഅ യല യലഉ. മുലാരിന്റെ ഒരു പ്രത്യേകതയാണ്. മാലിയുടെ പ്രത്യേകത ഫത്ഹ ആയിരിക്കും. മുലാരിന്റെ പ്രത്യേകത മുലാരിന്റെ അവസാനത്തിന് ലമ്മായിരിക്കും. പൊതുവെ അത് മാറുന്ന ചില സന്ദർഭം വരും, അത് അന്നേരം പറയാം. പൊതുവെ ലമ്മ, നമ്മൾ ആദ്യം ഇതേപോലെ സർഫ് പറയുമ്പം എല്ലാത്തിനും ലമ്മായിരിക്കും. ഇപ്പൊ വലഅ യലഉ. പിന്നെ അതെങ്ങനെ തലവുമായി? നിങ്ങൾ ഇത് നോക്കിയിട്ടൊന്ന് നോക്കിയേ, എങ്ങനെ അത് തലവുമായി? സ്ത്രീ ആയതുകൊണ്ട് അല്ലെ. ഇവിടെ പിന്നെ സ്ത്രീ വരുന്നിടത്തൊക്കെ ഒരു താവ് വരുന്നില്ലേ അല്ലേ? ത്. അപ്പൊ അതേപോലെ മുലാരിയിലും ആദ്യത്തിലാണ് വരിക. മുലാരിയിലാകുമ്പോൾ ആദ്യത്തിൽ വരും. അങ്ങനെയാണ് പിന്നെ യലഉ എന്തായത്? തലഉ എന്നായത്. അപ്പൊ അതാണ് വ തലഉ. വ തലഉ പ്രസവിക്കും. പ്രസവിക്കുന്നത് ആരാ? സ്ത്രീ. അപ്പൊ ഖുറാന്റെ ഗ്രാമറാണ്. അവിടെ യലഉ എന്നാണ് പറയുന്നതെങ്കിലോ വേണമെങ്കിൽ പറയാം ഇതെന്താ യലഉ, അത് ആണ് പ്രസവിക്കുന്നതിനല്ലേ യലഉ എന്ന് പറയാ. അപ്പൊ അവിടെ തലഉ കൃത്യമാണ്. ഖുറാനിന്റെ ആ പദപ്രയോഗങ്ങൾ വരെ എന്താണ് എല്ലാത്തിലും കൃത്യമാണ്. ഗ്രാമർ മനസ്സിലാക്കിയ ആളുകൾക്ക് പെട്ടെന്നത് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ തലഉ കുല്ലു ദാത്തി ഹംലിൻ ഹംലഹ. ഇവിടെ ഹംല് ഹംലഹ രണ്ട് പദങ്ങൾ വന്നു. ഹംല് അല്ലേ? ഹംല് എന്ന് പറഞ്ഞാല് ശരിക്കും എന്താ പറയാ? വഹിക്കുക, ചുമക്കുക, അതിനൊക്കെയാണ് ഹംല് പറയാ. സാധാരണ ഗർഭം ചുമക്കുന്നവളാണ് ഗർഭിണി അല്ലെ? ഗർഭം ചുമക്കുന്ന സ്ത്രീ. അപ്പൊ അവിടെ ഹംലിൻ ഹംലഹ. ഓരോ ഗർഭവതിയും ആ ഗർഭത്തിലുള്ളത് പ്രസവിച്ച് പോകുന്ന ദിവസമാണത്. വ തറന്നാസ. തറ ഇതിൽ നിന്നാണ് വരുന്നത്. എറയിൽ നിന്നാണ് തറ വരുന്നത്. എറയിൽ നിന്നാണ് തറ വരുന്നത്. അത് നമുക്ക് മുലാരി ആയതുകൊണ്ട് ഞാൻ അടുത്ത ഇതിൽ പറയാം. വ തറന്നാസ ജനങ്ങളെ. വ തറന്നാസ അവിടെയൊക്കെ തറന്നാസ ജനങ്ങളെ നീ കാണുന്ന. വ തറന്നാസു എന്നാണെങ്കിലോ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോൾ അർക്കത്ത് മാറുന്നില്ലേ? വ തറന്നാസു എന്നാണെങ്കിലോ ജനങ്ങൾ കാണും എന്നാവും. ജനങ്ങൾ കാണും. ജനങ്ങൾ കാണും. വ തറന്നാസ ജനങ്ങളെ നിനക്ക് കാണാം എന്ന് പറഞ്ഞാൽ നമ്മളല്ല മറ്റുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. സുക്കാറ. സുക്കാറ 2 പ്രാവശ്യം വന്ന പദമാണ് അവിടെ. സുക്കാറ. സുക്കാറ എന്ന് പറഞ്ഞാൽ എന്താ? ലഹരി ബാധിച്ചവർ. അപ്പൊ അതിന്റെ ഏകവചനം എന്താ? സുക്രാൻ എന്നാണ്. സുക്രാൻ. സുക്രാൻ എന്ന് പറഞ്ഞാൽ ലഹരി ബാധിച്ചവൻ. സുക്കാറ എന്ന് പറഞ്ഞാല് ലഹരി ബാധിച്ചവർ. അപ്പൊ ജനങ്ങളെ ലഹരി ബാധിച്ചവരായി നിനക്ക് കാണാം. വമാഹുംബി സുക്കാറ. പക്ഷെ അവര് ലഹരി ബാധിച്ചവർ അല്ല. വലാകിന്ന അദാബല്ലാ. അള്ളാഹുവിന്റെ ശിക്ഷ. അദാബല്ലാ. അദാബ് ആവർത്തിച്ച് വരുന്നതാണല്ലോ. അദാബ് ശിക്ഷ. അള്ളാഹിന്റെ ശിക്ഷ ഷദീദ് കഠിനമാണ്. ഷദ് എന്താ നമ്മള് ഷദ് എന്ന് പറയാ? ഷദ് കൊടുക്കണം എന്ന് പറയാ. കടുപ്പിച്ച് പറയാ അല്ലെ? അപ്പം ഷദീദ് എന്ന് പറഞ്ഞാലും കടുപ്പം അല്ലെ? അള്ളാഹുവിന്റെ ശിക്ഷ കടുപ്പമാണ്, ശക്തമാണ്, കഠിനമാണ്. അപ്പൊ ആയത്തിന്റെ അർത്ഥങ്ങളൊന്ന് നോക്കി മനസ്സിലൊന്ന് വായിച്ചു നോക്കിയേ. ഏതെങ്കിലും പദം നിങ്ങൾക്ക് മനസ്സിലാവാത്തുണ്ടാന്ന് ആയത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കുക. ഒന്ന് ഓദിക്കോ.
ഇവിടെ തദ്ഹലു എന്താണ്? അർലഅത്ത്. തലഉ, തറ. ഇതില് നിങ്ങൾ എത്ര ഫിഅലുകൾ വന്നിട്ടുണ്ട്? 1 2 3 4 5 5 ഫിഅലുകൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ഫെയിലല്ല. ഇതെന്താണ്? സുക്കാറ, ലഹരി ബാധിച്ചവർ, ബഹുവചനാണ്. ഹംല്, ഹംലഹ. ഹംലെന്താ? ഗർഭം ചുമക്കുന്ന. അത് ഫെയിലല്ല. തലഉ ആണ് എന്ത്? പ്രസവിക്കും. അതാണ് ഫെയില്. ഇപ്പൊ ഫിഅലുകൾ വേർതിരിച്ച് മനസ്സിലാക്കുക. ഇതില് മുളാരിആയ ഫിഅല്, മുളാരിആയ ഫിഅൽ എത്ര എണ്ണമുണ്ട്? തറൗന, തലഉ, തറ, തദ്ഹലു. 4 അല്ലേ? ഇതോ? ഇത് ഫെയിലാണോ? അർലഅത്ത് അർലഅ മാലി. അതുകൊണ്ട് അർലഅത്ത് മാലി ആണെന്ന് മനസ്സിലാണ്. എന്താ? ഫഅലത്ത്. കണ്ട? ഫഅലത്ത് ആ സ്ഥാനത്താണ് എന്ത് വന്നത്? അർലഅത്ത് വന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഇതിന് 3 അക്ഷരമുണ്ട്, ഇവിടെ 4 അക്ഷരമുണ്ട്. അതാണ് വ്യത്യാസം. അർലഅ ആണ് അതിന്റെ അസ്ലി. അർലഅ സർഫ് ചെയ്ത് നോക്കിയേ. അർലഅ അർലഅ നിങ്ങൾ ഇതൊന്ന് സർഫ് ചെയ്ത് വായിച്ചേ. ഇത് അർലഅ എന്ന് വായിച്ചേ. അല്ല 6 കറക്റ്റ് ആയിരുന്നു. പിന്നെ ഒരാള് വായിക്കാം. ആർക്കും വായിക്കാം. അതില് നോക്കി അങ്ങ് വായിച്ചാ മതി. ഒരാള് വായിച്ചോ. ആ ആ കണ്ട? കറക്റ്റ് അല്ലേ? മാഷാ അല്ലാഹ്. അടുത്ത ആള് സിമ്പിളാണ്. ഇവിടെ 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 നോക്ക്. ഇവിടെ ഹർക്കത്ത് മാറി. അത് ആ സെയിം ഹർക്കത്താണ്. എന്തേ മാറുന്നുള്ളൂ? പദം മാത്രമേ മാറുന്നുള്ളൂ. വേറെ അടുത്താരെങ്കിലും തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിത് പ്രാക്ടീസാണ്. ആ മാഷാ അല്ലാഹ്. ഇനി ആരാ? ഓക്കെ. ഇനി അല്ല ഈ നീട്ടല് ശ്രദ്ധിക്കണം കേട്ടോ. ആളുകൾ എത്തി തുടങ്ങി. ഇനി ആരാ? ഓക്കെ. ഇനി പറയണ്ടേ?
ആ ഒരു മിനിറ്റ്, ഒന്നുകൂടി അർല. ആ അർല അത്ത്. ആ ആ ആ ആ ആ ആ ആ ആ ഓക്കെ. ഓക്കെ. ഇനി ആരെങ്കിലുണ്ടാ? സമയമില്ല, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. ഇതിലിപ്പോ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോ 1, 2, 3, 4 അക്ഷരം ഉള്ളതാ. ഇത് നോക്കി നിങ്ങൾ വായിച്ചത് 4 അക്ഷരം ഉള്ളതാ. അപ്പൊ ഈ ലായും ആയും കൂടി വരുമ്പോ ചെറിയൊരു ചിലർക്കൊരു കൺഫ്യൂഷൻ, ചിലർക്ക് അർല ല എന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. നേരെ മറിച്ച് 3 വേർഡുള്ളതാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഇനി ഏത് കണ്ടാലും ഇതേപോലെ എന്ത് ചെയ്താൽ, ഇത് ഒരെണ്ണം പഠിച്ചാൽ അതിൻ്റെ മുകളിൽ കൂടി എന്ത് ചെയ്യാം, എല്ലാ വേർഡും നമുക്കിങ്ങനെ പറഞ്ഞു നോക്കിയാൽ സ്പീഡാകും, അത് പഠിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് മാലിയാണ് എന്ന് മനസ്സിലായില്ലേ? മാലി ആയതുകൊണ്ടാണ് ഇതേപോലെ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫിഅലുകൾ ശ്രദ്ധിക്കുക. ഫിഅല് 2 ഇനം നമ്മൾ പറഞ്ഞു, മാലി മുലാരി. മാലി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണ്, മുലാരി എന്ന് പറഞ്ഞാൽ പ്രസന്റും ഫ്യൂച്ചറും. അറബിയിൽ പ്രസന്റും ഫ്യൂച്ചറും ആണ് മുലാരിന് പറയുക. അപ്പോൾ അതായത് പോകും എന്നും പറയും, പോകുന്നു എന്നും പറയും. ദഹല, തദ്ഹലുൻ്റെത് മാലി ദഹല. ആ ദഹല എളുപ്പമാണ്. ദഹല, ദഹല, ദഹലു, ദഹലത്ത്, ദഹലത്ത, ദഹൽന, ദഹൽത്ത, ദഹൽതുമ, ദഹൽതും, ദഹൽത്തി, ദഹൽതുമ, ദഹൽതുന്ന, ദഹൽതു, ദഹൽന. ഇത് പറയുമ്പോൾ ദഹൽന എന്ന് തന്നെ പറയണം. എന്താ കാര്യം എന്ന് അറിയോ? ഇവിടെ നീട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതായിപ്പോവും. ഇതെന്താ? ഫാൽന അല്ലേ? ഇവിടെ നമ്മൾ ഫാൽന പെട്ടെന്ന് നിർത്തിയാൽ ഫാൽന, അപ്പൊ ഏതാന്ന് മനസ്സിലാവില്ല. അപ്പൊ ഇത് പറയുമ്പോൾ ഫാൽന പെട്ടെന്ന് നിർത്തുക, ഇത് പറയുമ്പോൾ ഫാൽന കുറച്ച് നീട്ടി എന്ത് ചെയ്യുക പറയാം. അപ്പോഴാണ് ഇത് 14ാമത്തെ ആണെന്ന് അറിയുള്ളൂ. അല്ലെങ്കിൽ ഫാൽന ഫാൽന ഇവിടെ നീട്ടില്ല എന്നൊരു വ്യത്യാസമുള്ളൂ. നീണ്ടുപോയാൽ എന്താവും? അർത്ഥം മാറും. അപ്പൊ ഖുർആൻ ഓതുമ്പോഴും അതുണ്ട്. ഒരു സ്ഥലത്ത് ആവശ്യമില്ലാതെ നീട്ടിയാൽ അവിടെ എന്തു മാറും? അർത്ഥം മാറും അല്ലേ? നോക്കിയേ, ഹർക്കത്ത് ഫതഹ് മാറി സുക്കൂന് മാറിയ നോക്കിയേ. ഇവിടെ ഫതഹ്, ഇവിടെ സുക്കൂന് അല്ലേ? ഇവിടെ സുക്കൂന്, ഇവിടെ ഫതഹ്. ഹർക്കത്ത് മാറിയാൽ എന്താണ് മാറല്? അവളും നീയും അല്ലേ? അവള് പറയേണ്ടടുത്ത് നീന്നായി പോവും അല്ലേ? ആണ് പറയേണ്ടടുത്ത് പെണ്ണായി പോവും. അപ്പം അതൊക്കെ അർത്ഥവ്യത്യാസം വരുന്നത് മനസ്സിലാക്കാൻ ഇത് പഠിച്ചാൽ പെട്ടെന്നാകാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ആയത്ത് അതാണ്. ഒരായത്ത് തന്നെ ഇന്നും നമുക്ക് സമയമുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ വിശദീകരണം കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഖിയാമത്ത് നാളിൻ്റെ ഭയാനകതയാണ്. ആ സമയത്ത് ആളുകളെ പോലും മത്ത് പിടിച്ചവരായിട്ട് കാണും. പറഞ്ഞാൽ മത്ത് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി ബാലൻസ് തെറ്റി നടക്കുന്ന ആളുകളെ പോലെ. അത് ഖിയാമത്ത് നാളിൻ്റെ ഭീകരത മൂലം ആളുകളെല്ലാം അങ്ങനെ, അതായത് നമ്മുടെ ബാലൻസ് ഒക്കെ പോയി പോകുന്ന അവസ്ഥ വലിയ ഗൗരവമുള്ള അവസ്ഥയിൽ വരും എന്നാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹദീസും പ്രാർത്ഥനയും കൂടി പറയാനുണ്ടായിരുന്നു. ഇത് വായിച്ചോട്ടെ. കുറച്ച് വലിയ ബോർഡ് വേണ്ടി വരും അല്ലേ ഇനി? അയ്യോ, അതിലുണ്ട്. ഈ ആയത്തും നിങ്ങൾ ഓതി അയക്കാട്ടോ. നന്നായിട്ട് ക്ലിയർ ആക്കിയിട്ട് ഓതിയാൽ മതി.
നിങ്ങളുടെ ബുക്കിലുണ്ട് ഇത് കേട്ടോ. നിങ്ങളുടെ ബുക്കിലുള്ള ഒന്നാമത്തെ ഹദീസാണേത്? ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖി. ഇന്നമ ഹദീസ് കാണാതെ പഠിക്കാനുള്ളതാണ്. ഇന്നമാ ബുഇസ്തു ലി ഉതമ്മിമ മകാരിമൽ അഖ്ലാഖി. ഇന്നമാ ബുഇസ്തു, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടു, ഞാൻ നിയോഗിക്കപ്പെട്ടു. ഞാനെന്ന് പറഞ്ഞ ആരാണ്? മുഹമ്മദ് നബി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം, ഇന്നമാ ബുഇസ്തു, തീർച്ചയായും ഞാൻ നിയോഗിക്കപ്പെട്ടത്, ലി ഉതമ്മിമ. ഉത്തമ്മിമ എന്ന് പറഞ്ഞാൽ പൂർത്തീകരണം. ലി ഉത്തമ്മിമ, പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ലി ഉത്തമ്മിമ, പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. മക്കാരിമൽ അഖ്ലാഖി, മക്കാരിമൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. മക്കാരിം എന്ന് പറഞ്ഞാൽ ആദരണീയമായ സൽസ്വഭാവം നമ്മൾ പറയില്ലേ. അതായത് സൽസ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തമ സ്വഭാവത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഹദീസിന്റെ അർത്ഥം ഇന്നമ ബുഇസ്തു ലി ഉത്തമ്മിമ മക്കാരിമൽ അഖ്ലാഖി, സൽസ്വഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തമ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. കരീം, മക്കാരിം, അഖ്ലാഖ് സ്വഭാവം. അപ്പം വളരെ ചെറിയൊരു ഹദീസാണ്. ആശയം എന്താണ്? സൽസ്വഭാവത്തിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത് തന്നെ എന്തിനാണ്? സൽസ്വഭാവത്തിൻ്റെ ഒരു മാതൃക ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എന്തുണ്ട്? സൽസ്വഭാവത്തിൻ്റെ മാതൃകയുണ്ട്. ഖുർആൻ പറഞ്ഞല്ലോ. എന്താ ഖുർആൻ പറഞ്ഞത്? വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു, തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന എന്നും പറഞ്ഞു. ഉസ്വത്തുൻ ഇതെല്ലാം എന്താണ്? ഖുലുഖിൻ അളീമും ഉസ്വത്തുൻ ഹസനയും മക്കാരിമുൽ അഖ്ലാഖും എല്ലാം എന്താണ്? ഉത്തമ സ്വഭാവം, സൽസ്വഭാവം, ഏറ്റവും നല്ല മാതൃക സ്വഭാവം. ഇതൊക്കെയാണ് ഏറ്റവും നല്ല മാതൃക. ആരിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിലുണ്ട്. അപ്പോൾ പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്ന കുറേ സ്വഭാവ മാതൃകകളുണ്ട്. ക്ഷമ, വിട്ടുവീഴ്ച, ദയ, പിന്നെ അതേപോലെ ഏത് വിഷയത്തിൽ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം, അതേപോലെ ഏതൊരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, മക്കയിൽ എങ്ങനെ ജീവിച്ചു, മദീനയിൽ എങ്ങനെ ജീവിച്ചു, ഒരു പ്രവാചകൻ എന്ന നിലയിൽ എങ്ങനെ ജീവിച്ചു, ഒരു ഭർത്താവ് എന്ന നിലയിൽ എങ്ങനെ ജീവിച്ചു, ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ എങ്ങനെ ജീവിച്ചു, സഹാബത്തിൻ്റെ ഇടയിൽ എങ്ങനെ ജീവിച്ചു, ഇങ്ങനെ ഏത് രംഗത്ത് നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമ മാതൃകയുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെ ലക്ഷ്യം കൂടി അതാണ്. ഏത്? സ്വഭാവം മാതൃക കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളും ഈ പിന്നെ പ്രവാചകൻ്റെ ചര്യകളാണ് നമ്മൾ എന്ത് ചെയ്യാറ്? പിൻപറ്റുന്നത്. അത് എന്തിലും മാത്രമല്ല, സാധാരണ കൂടുതൽ നമ്മൾ നബിയെ പിൻപറ്റുന്നത് എന്തിലാ? ഇബാദാത്തിൽ അല്ലേ? ആരാധനകളിൽ നമുക്ക് ഭയങ്കര കണിശതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെ കൈവച്ചോ അവിടെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നിസ്കരിക്കുമ്പോൾ കൈവെക്കുള്ളൂ അല്ലേ? അതേപോലെ വസ്ത്രധാരണം, അതേപോലെ പല എല്ലാത്തിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്യാറുണ്ട്. അതിൽ എന്തെങ്കിലുമൊക്കെ ഇത് കാണിച്ചാൽ നമ്മൾ വിദാഅത്ത് ഗൗരവത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആളുകളെ ഉണർത്തുന്ന വിഷയമാണ്. എന്നാൽ അതേപോലെ തന്നെ മാതൃക കാണിച്ചു തന്നതാണ് എന്ത്? സ്വഭാവ മാതൃകകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് സ്വഭാവ മാതൃകകൾ ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആരാകുള്ളൂ? ഈ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായിട്ട് അനുധാവനം ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയുള്ളൂ. അപ്പോൾ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുകയും
നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുകയും ചെയ്യണം എന്നതാണ് ഹദീസിൻ്റെ ആശയം. അപ്പോൾ അത് ഒന്ന് നിങ്ങൾ വായിച്ച ഹദീസ്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആരാ? ഇമാം ബുഖാരി. റവാഹു ബുഖാരി. റവാഹു എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്തത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഇമാം ബുഖാരി റഹിമഹുല്ലയാണ്. ഇത് നമുക്ക് ആരാണ് ഇത് നിവേദനം ചെയ്യുന്ന? സഹാബി ഷദ്ദാദ് ബിനു ഔസ്. ഷദ്ദാദ് ബിനു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസിൻ്റെ മത്തിനാണ്. ഈ സാധനത്തിനാണ് എന്തു പറയുക? ഇതിനാണ് എന്തു പറയുക? ഹദീസിൻ്റെ മത്തിന്. ഹദീസിൻ്റെ മത്തിന്. മത്തിന് എന്ന് പറഞ്ഞാൽ പരമ്പരയല്ല. മത്തിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഇന്നമാ ബുഇസ്തു ലിഉത്തമ്മിമ മകാരിമൽ അഖ്ലാഖ് എന്നുള്ളതാണ് മത്തിന്. ഇതാണ് അതിൻ്റെ എന്താ പറയുക, സനദുമായി ബന്ധപ്പെട്ട കാര്യം, റിപ്പോർട്ട്, റിവായത്ത്, അതിൻ്റെ സനദ്, മറ്റുള്ള കാര്യങ്ങൾ. മറ്റേത് റാവിയാണ് ആര്? ഷദ്ദാദ് ബിനു ഔസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ചിലതിങ്ങനെ പറയാം അതിൻ്റെ മത്തിനിൽ കുഴപ്പമില്ലാതെ ചില കാര്യങ്ങൾ നമ്മൾ കേട്ടില്ലേ. പിന്നെ അതിൻ്റെ റിവായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ മത്തിനിൽ കുഴപ്പമില്ല എന്ന് ചില ഹദീസുകളെ കുറിച്ച് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ മത്തിന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയത്തിൽ എന്തില്ല, ആശയത്തിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. അപ്പം അത് വേറൊരു വിഷയം, പിന്നെ ഉസൂൽ ഹദീസുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. അപ്പം അത് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ. മത്തിന്, ഹദീസിൻ്റെ മത്തിന് എന്ന് കേട്ടാൽ ഈ സംഗതിയാണ്. ഇപ്പോൾ ഖുറാൻ്റെ നെസ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഖുറാനിൻ്റെ നെസ്സ് എന്താ? ഖുറാൻ്റെ നെസ്സ് എന്ന് പറഞ്ഞാൽ ഖുറാന്റെ നെസ് എന്ന് പറഞ്ഞാൽ ഖുറാന്റെ വാചകം. ഇത് ഖുറാന്റെ നെസ്സാണ്. വൈന്നകലാല ഹുലുക്കിൻ അലീം എന്താണ്? ഖുറാന്റെ നെസ്സാണ്. ചില കാര്യം എന്താ? ഖുറാന്റെ ആശയം എന്ന് നമ്മൾ പറയും. അത് ഖുറാൻ പറഞ്ഞതിൻ്റെ ഒരു ആശയമാണ് എന്ന് പറയും. എന്താ നെസ് എന്ന് പറഞ്ഞാൽ നേർക്കു നേരെ പറഞ്ഞ ആ വാക്കുകൾ. നെസ് ഇത് ഖുറാന്റെ നെസ്സു എന്ന് പറഞ്ഞാൽ ആ വേണമെങ്കിൽ ആ നോട്ട് എന്ന് പറയാം. ഖുറാൻ്റെ ആ നോട്ട്, ഖുറാൻ്റെ ഇത്. അപ്പം അത് അപ്പം അത് ഹദീസ് ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള പ്രാർത്ഥന. അറിയാവുന്ന പ്രാർത്ഥനയാണ്, അതുകൊണ്ട് അധികം വിശദീകരിക്കേണ്ടല്ലോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന എന്താ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തവക്കുൽ ചെയ്തിട്ടാണ് ഇറങ്ങുക, ബിസ്മില്ല പറഞ്ഞിട്ടാണ് ഇറങ്ങുക അല്ലെ. വീട്ടിൽ കയറുമ്പോഴും
ബിസ്മില്ലാഹി ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഖറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന. സാധാരണ ഇടയ്ക്ക് അത് ഇറങ്ങാൻ നേരവും അതും ഇതും കൂടി പറയുന്നതും ചില ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടും എന്താ, പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമെല്ലാം അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ എന്നാണ്. ബിസ്മില്ലാഹി വലജിന വ ബിസ്മില്ലാഹി ഹറജിന വ അലല്ലാഹി റബ്ബിന തവക്കൽന. അതേപോലെ ഇത് ഇറങ്ങുമ്പോൾ പ്രത്യേകം വന്നിട്ടുള്ളതാണ് എന്ത്, തവക്കൽതു ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. അള്ളാഹുവെ നിൻ്റെ നാമത്തിൽ നിൻ്റെ മേൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. തവക്കൽതു അലല്ലാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നു. ബിസ്മില്ല അള്ളാഹുവിൻ്റെ നാമത്തിൽ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞാൽ യാതൊരു ശക്തിയും കഴിവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. അതായത് അള്ളാഹുവിന് മാത്രമേ എല്ലാ ശക്തിയും കഴിവും ആർക്ക് മാത്രമേ ഉള്ളൂ, അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അതാണ് ആ പ്രാർത്ഥന. അപ്പോൾ അത് പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുക. അതേപോലെ വീട്ടിൽ കയറുമ്പോഴുമൊക്കെയുള്ള പ്രാർത്ഥനകളും നിർവഹിക്കുക. ഇൻഷാ അല്ലാഹ് അതും അതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കുക.